4 തക്കാളി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാനുള്ള കറി നമുക്ക് വീട്ടിലുണ്ടാക്കാം. തക്കാളി വെച്ച് എങ്ങനെ കറി ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആണല്ലേ. പണ്ടൊക്കെ എൻ്റെ വീട്ടിലെ സ്ഥിരം കറിയായിരുന്നു കേട്ടോ തക്കാളിക്കറി. എന്നാ പിന്നെ ആ റെസിപ്പി തന്നെ ഇന്ന് നോക്കിയാലോ. 4 തക്കാളി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു അരപ്പുണ്ടാക്കണം. അരപ്പിന് പച്ചമുളകോ കാന്താരിയോ എടുക്കാം. എരിവിന് ആവശ്യമുള്ള കാന്താരി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അരപ്പിന് ആവശ്യമുള്ള 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. തക്കാളി നല്ല പടപടാ വെന്തിരിക്കണം, അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ വേഗം വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ വെന്ത തക്കാളിയിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പണ്ടത്തെ തക്കാളിക്കറിയുടെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ നമ്മൾ വെച്ചാൽ കിട്ടാറില്ല കേട്ടോ. പണ്ട് അധികം കറികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോ ഒരുപാട് കറികൾ ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് വെന്തതിന് ശേഷം ഇതിലേക്കൊരു താളിപ്പ് ഉണ്ടാക്കണം. താളിപ്പ് പാത്രത്തിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇച്ചിരി ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചു. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 3-4 ചെറിയുള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് പച്ച കറിവേപ്പിലയും. ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വരണം. ഇത് വാടി വന്നതിന് ശേഷമാണ് നമ്മളൊരു ടേസ്റ്റ് മേക്കർ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇത് എണ്ണ കിടന്ന് മൂത്ത് വരുമ്പം നല്ലൊരു സ്മെല്ലാണേ. ഇത് കടുക് വറുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറും കേട്ടോ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടില് 3 നേരം ഈ ഒരു കറിയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് തക്കാളിക്കറി. സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, വളരെ ടേസ്റ്റിയുമാണ്. ദേ നോക്കിയേ, താളിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം നമ്മുടെ കറിയുടെ ഒരു മാറ്റം. തക്കാളിക്കറി ഇഷ്ടമുള്ള കൂട്ടുകാർ കമന്റ് ചെയ്യാൻ മറക്കരുതേ. താളിപ്പിന്റെ കൂടെ ഇച്ചിരി കാശ്മീരി മുളക് മൂപ്പിച്ചിടുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ദേ ഞാൻ വീണ്ടും പറയാണേ, വീഡിയോ കണ്ട് മതിമറന്നിരിക്കരുതേ. ലൈക്കും കമന്റും ഷെയറും കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.